ഒരു കമ്പി സമചതുരാകൃതിയിൽ വളച്ചു വച്ചിരിക്കുന്നു. ഈ സമചതുരത്തിന്റെ വിസ്തീർണം 484 സെന്റിമീറ്റർ സ്ക്വയർ. ഈ കമ്പി നിവർത്തി വൃത്താകൃതിയിൽ ആക്കിയാൽ അതിന്റെ വിസ്തീർണം എന്തായിരിക്കും? അപ്പോൾ ആദ്യം ഒരു കമ്പി സമചതുരാകൃതിയിൽ വളച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 484 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഈ കമ്പിയുടെ ആകൃതി മാറ്റി ഇത് നിവർത്തിയതിനു ശേഷം വൃത്താകൃതിയിലാക്കി, അപ്പോൾ ആ വൃത്തത്തിന്റെ വിസ്തീർണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം സമചതുരത്തിന്റെ കാര്യം എടുക്കുക. നമുക്ക് അതിന്റെ വിസ്തീർണം തന്നിട്ടുണ്ട് 484 സെന്റിമീറ്റർ സ്ക്വയർ. സമചതുരത്തിന്റെ വിസ്തീർണം കാണുന്നതിനുള്ള സൂത്രവാക്യം എ സ്ക്വയർ, അതായത് വശം സ്ക്വയർ. സമചതുരത്തിന്റെ വിസ്തീർണം കാണാൻ അതിന്റെ വശത്തിന്റെ വർഗം കണ്ടാൽ മതി. എ സ്ക്വയർ സമം 484. അപ്പോൾ എ എങ്ങനെ കാണുക? എ സ്ക്വയർ 484 ആണെങ്കിൽ എ കാണാൻ 484ന്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി, റൂട്ട് കണ്ടാൽ മതി. അത് 22 ആണ്. 22 × 22 ആണ് 484. ഇപ്പം നമുക്ക് ഈ സമചതുരത്തിന്റെ ഒരു വശം കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ആകെ, ഈ കമ്പിയുടെ ആകെ നീളം കാണാം. കമ്പിയുടെ ആകെ നീളം പറഞ്ഞാൽ അതിന്റെ ചുറ്റളവാണ്, ഇതിന്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ സമചതുരത്തിന്റെ പെരിമീറ്റർ, സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്താ? 4 വശവും തുല്യമാണ്. അപ്പോൾ ഒരു വശം എ ആണെങ്കിൽ ചുറ്റളവ് എന്ത് വരും? 4a എന്ന് വരും. അതിൽ വില കൊടുക്കുക. 4 × a നമുക്ക് കിട്ടി 22, നമുക്ക് 88 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ അതായത് സമചതുരത്തിന്റെ ചുറ്റളവ്, അതായത് ഈ സമചതുരാകൃതിയിലുള്ള കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയുടെ നീളം കിട്ടി. ഇതിനെയാണ് നമ്മൾ ആകൃതി മാറ്റി വൃത്താകൃതിയിലാക്കുന്നത്. അപ്പോൾ ആ കമ്പിയുടെ നീളം പറഞ്ഞാൽ ഇതിന്റെ ചുറ്റളവാണ്, ഇതിന്റെ സമചതുരത്തിന്റെ. അതേസമയം ആ കമ്പി തന്നെയാണ് വളച്ച് വൃത്താകൃതിയാക്കുന്നത്. അപ്പോൾ വൃത്തത്തിന്റെ ചുറ്റളവും ഇതാണ്. അപ്പോൾ വൃത്തത്തിന്റെ ചുറ്റളവിന് നമ്മൾ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയും. അത് കാണാനുള്ള സൂത്രവാക്യം, വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 2πr ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആരം. അപ്പോൾ 2πr ആണ് നമുക്ക് എത്ര? 88. ഇതിന്ന് നമുക്ക് പൈൻ്റെ വില കൊടുക്കുക. 2 × പൈൻ്റെ വില നമുക്ക് 22/7 എന്ന് ഭിന്നസംഖ്യ കൊടുക്കാം. ഇൻറ്റു ആർ സമം 88. ഇതിന്ന് ആർ കാണണമെങ്കിൽ നമുക്ക് ഈ 2ഉം 22/7 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആർ സമം ഇവിടെ എന്തുണ്ട്? 88 ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 എന്നാവും. ഈ ഇൻറ്റു 22/7 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു റെസിപ്രോക്കൽ എഴുതണം. 7/22. നമുക്ക് എന്തൊരു 22ഉം 88ഉം 4 പ്രാവശ്യം വെട്ടിച്ചു കൊടുക്കാൻ പറ്റും. 4 22 88. ഈ 4 × 7 28/2 14 സെന്റിമീറ്റർ എന്ന് കിട്ടി. എന്താണ്? വൃത്തത്തിന്റെ റേഡിയസ് കിട്ടി, വൃത്തത്തിന്റെ ആരം കിട്ടി. ഇനി എന്താ കാണേണ്ടത്? വൃത്തത്തിന്റെ വിസ്തീർണം. വൃത്തത്തിന്റെ വിസ്തീർണം, ഏരിയ ഓഫ് സർക്കിൾ എന്താ സൂത്രവാക്യം? πr² ആണ്. അതിൽ വില കൊടുക്കുക. പൈ എത്രയാണ്? 22/7 ഇൻറ്റു ആരത്തിന്റെ വർഗം. ആരം നമുക്ക് കിട്ടി 14 അല്ലേ? അപ്പൊ 14 × 14. ഈ 7ഉം 14 പഠിച്ചെടുക്കുമ്പോൾ 2 എന്ന് വരും. ഇനി 22 × 2 44 × 14 എന്നുണ്ട്. ഇത് ഗുണിക്കുക. 14 4 56, ശിഷ്ടം 5. 14 4 56, 5 61. വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണ്? 616 സെന്റിമീറ്റർ സ്ക്വയർ.